മഴ കനക്കുന്നതിനിടെ തിരുവനന്തപുരം വിതുരയിൽ പെരുമ്പാമ്പിനെ പിടികൂടി. 12 അടി നീളമുള്ള പെരുമ്പാമ്പിനെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇങ്ങനെ ഇഴജന്തുക്കളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ശക്തമായ മഴയിലും ഒഴുക്കിലും പെട്ട് ഇത്തരത്തിലുള്ള പാമ്പും ഒപ്പം മറ്റു ജന്തുക്കളൊക്കെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നല്ല ജാഗ്രത വേണമെന്നാണ് പറയാനുള്ളത്. ജിബിൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, ഇത് പുഴയുടെയോ മറ്റ് ജലാശയങ്ങളിലോ എല്ലാം തീരത്തുള്ള സ്ഥലത്തു നിന്നാണ് ഇതിനെ പിടികൂടിയത്. വലിയ പാമ്പാണെന്ന് തോന്നുന്നു. ഗൂഗിൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജലാശയത്തിന്റെ വശത്തു നിന്നൊന്നുമല്ല, ജനങ്ങൾ നടന്നു പോകുന്ന ടാറിട്ട റോഡിന്റെ വശത്തു നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഈ 12 അടി നീളവും 25 കിലോയോളം ഭാരമുള്ള പെരുമ്പാമ്പിനെ പിടികൂടിയത്. ഇത് സമീപ ദിവസങ്ങളിൽ ഇത് ആദ്യമായിട്ടല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ തുടരെ എല്ലാ ദിവസവും വിതുര മാങ്കാല മേഖലയിൽ നിന്നും മണലി മേഖലയിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടുന്നുണ്ട്. ഇതിന് കാരണമായി പറയുന്നത് ഈ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള വരൾച്ചയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ ഈ ജലാശയങ്ങളുടെ സമീപത്തേക്ക് എത്തിയ പെരുമ്പാമ്പുകൾ തിരികെ വനത്തിലേക്ക് പോകുന്നതായി ഭാഗമായിട്ടാണ് ഈ ജനവാസ മേഖലകളിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ RRT സംഘം പറയുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിതുര മേഖലയിൽ നിന്ന് പിടികൂടുന്ന പെരുമ്പാമ്പുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ RRT സംഘത്തിൽപ്പെട്ട സ്നേക്ക് ഏച്ചറായിട്ടുള്ള റോഷ്നിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊന്ന് നോക്കിയാൽ മാത്രം മതി. അതിൽ എല്ലാ ദിവസവും ഈ കൃത്യമായി ഓരോ ദിവസവും 2-3 പെരുമ്പാമ്പുകളെയാണ്. അതും ചെറിയ സൈസൊന്നുമല്ല. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 12 അടി നീളവും 15 അടി നീളവുമുള്ള 25 കിലോയും 50 കിലോയും ഭാരമുള്ള പെരുമ്പാമ്പുകളെയാണ് ഓരോ ദിവസവും പിടികൂടുകയും ചെയ്യുന്നത്. അതും വനത്തിന്റെ ഉള്ളിൽ നിന്നല്ല, വനത്തിന്റെ മേഖലയിൽ നിന്നുമല്ല. ഇത് റോഡ് വശത്ത് നിന്നാണ് ഈ പെരുമ്പാമ്പുകളെ പിടികൂടുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വരുന്ന ദിവസങ്ങളിൽ എന്തായാലും സ്കൂളുകളൊക്കെ തുറക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടുകളിലേക്ക് കുഞ്ഞു കുട്ടികൾ ഈ റോഡ് വഴിയാണ് സ്കൂളുകളിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൃത്യമായി രക്ഷിതാക്കളുടെയോ അതോടൊപ്പം അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ കൂടി ഈ കുട്ടികളെ കൂടി സ്കൂളിലേക്ക് വിടണമെന്നുള്ള ഒരു കാര്യം കൂടി ഇവർ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് എന്തായാലും ഈ ആശ്വാസം, ജനങ്ങൾക്ക് ആശ്വാസം എന്ന് പറയുന്നത് ഈ പെരുമ്പാമ്പിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പാമ്പുകളെ കണ്ടെത്തി RRT സംഘത്തെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫോറസ്റ്റ് വകുപ്പ് അവിടെ നേരിട്ട് എത്തുമെന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ആശ്വാസമായി ഉള്ളത്. ഗൂഗിൾ. ശരി ജിബിൻ, ഏതായാലും പെരുമ്പാമ്പ് പിടുത്തം അങ്ങനെ തകൃതിയായി ഒരു വശത്ത് നടക്കുന്നു. അപ്പോൾ മഴയാണ്, വെള്ളമൊക്കെ ഉയരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ മാളങ്ങളിലിരിക്കുന്ന പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ ജിബിൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നാട്ടിലേക്ക് വേനൽക്കാലത്ത് വന്ന ജലാശയങ്ങളിലേക്ക് വന്ന പാമ്പുകൾ തിരികെ കാട്ടിലേക്ക് പോകുന്ന വഴി നമ്മുടെ വീടിനടുത്തൂടെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിക്കുക. മാത്രമല്ല ഇടിയും മിന്നലും ഉണ്ട്. ഇപ്പോൾ വേനൽ മഴയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മഴ ഇപ്പോൾ മെയ് മാസം കഴിയാറായി, എന്നാലും കാലവർഷം എത്തിയിട്ടില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.